അയ്യോ എന്റെ ദൈവമേ, അവളെല്ലാം കണ്ടു. നീ എന്താടി ഇവിടെ എടുക്കണേ? ഇറങ്ങി പോടി. അയ്യടാ, ഇത് എന്റെ വീടാ, എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചോ. ഈ എന്ന് കരുതി ഡോറിൽ നോക്കിയാണല്ലോ മര്യാദ പോലെ നിനക്കില്ലേ? ആഹാ, അതിന് എനിക്കറിയോ നിങ്ങൾ ഇവിടെ ഇരുന്ന് റോക്കറ്റ് വിടുമായിരുന്നെന്ന്. ഈശ്വര, ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞേ? എന്താണ്? ഈശ്വര, ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞേ? ആ വെട്ടുപോ തന്നെ കൊല്ലു. നിന്നെ ഞാനെന്ന്. അവിടെ നിക്കടോ. എന്നെ നിനക്കറിയില്ല. എത്ര ചെക്കന്മാരുടെ പല്ല് കുഴിച്ചതാന്നറിയോ ഞാൻ. അതെന്താടി ഇളകിയ പല്ല് പറിക്കലാണ് നിന്റെ പണി? എനിക്ക് പല പണിയുണ്ടാവും, അത് നീ അറിയേണ്ട ആവശ്യമില്ല. ചേട്ടാ ചേട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. നീ വല്ലാണ്ടെങ്കിൽ ആളാവല്ലേ. എനിക്ക് നിന്റെ എല്ലാം അറിയാം. മിനിഞ്ഞാന്ന് ഞാൻ നിന്നെ ക്ലബിൽ വെച്ച് കണ്ടടി. ഈ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞ എന്തുണ്ടാവുമെന്ന് ഞാനായിട്ട് നിനക്ക് പറഞ്ഞല്ലോ. എന്റെ ശിവന്, ഇവൻ എങ്ങാനും അത് പോയി പറഞ്ഞ ആ ദേവൻ എന്നെ പഞ്ഞിക്കിടും. ആ പോയി പറ, എനിക്കൊരു കുന്തമില്ല. ഞാനും പറയും നിങ്ങൾ ഇവിടെ ഇരുന്ന് റോക്കറ്റ് വിടുകയായിരുന്നെന്ന്. എന്റെ ഈശ്വര, പോയി പറയല്ലേ. എന്റെ ദേവി, അതൊന്നും പോയി പറയല്ലേ. ഈശ്വര, ഇവനെങ്ങാനും പോയി പറയോ? അതിനു മുമ്പേ ഞാൻ തന്നെ പോയി പറയാം. ഞാൻ പറയാൻ പോവാ, നീ വേണമെങ്കിൽ പോയി പറ. എന്നെ വഴക്കു പറയും, ചിലപ്പോ എന്നെ അടിക്കും. എന്നാലും ഞാനത് സഹിച്ചു. നീ നാണം കെടുവല്ലോ, എനിക്ക് അത് മതി. നീ എന്താ പറയാൻ പോകുന്നേ? നീ ഇവിടെ നിന്ന് റോക്കറ്റ് വിട്ട കാര്യം. റോക്കറ്റ് വിട്ടത് നിന്റെ മറ്റവനടി. ആഹാ, എന്റെ മറ്റവനെ പറയുന്ന. നിന്നെ ഞാനെന്റെ കൊല്ലോടെ തെണ്ടി. ഓ ഓ, അയ്യോ അയ്യോ അയ്യോ, അയ്യോ ഞാൻ ചത്തേ, എന്നെ ഇവള് കൊല്ലാൻ നോക്കണേ. അയ്യോ ഈ പറയുന്ന നീ. അയ്യോ ദൈവമേ, എന്താ ഇവിടെ ഒരു അലർച്ച? ദേവു. ആ ബെസ്റ്റ്, എന്റെ കാര്യത്തിൽ തീരുമാനമായി. വീട്ടിൽ വന്ന ആൾക്കാരോട് ഇങ്ങനെയുള്ള പെരുമാറണ്ടേ? ആദ്യം ഇവൻ എന്നെ മറ്റവന് വിളിച്ചു, അതാ ഞാൻ അങ്ങനെ ചെയ്തേ. ദേവു, നീ അടി മേടിക്കും, മിണ്ടായിരിക്കവിടെ. ഇനി എന്നോട് നീ മിണ്ടാ വരണ്ട. ആടിപ്പോ, എന്റെ പട്ടി വരും നിന്റെ പുറകെ. എടാ, നിനക്കെന്തെങ്കിലും പറ്റിയാ? അവള് നിന്നെ മാന്തി പറിച്ചെടുത്താ? ഞാൻ അലർച്ചയൊക്കെ കേട്ടപ്പോ അവളാ കിടന്ന് കാർന്നേന്ന് കരുതി. ഇവിടെ വന്നപ്പോഴെല്ലാം മനസ്സിലായ എല്ലാം നേരെ തിരിച്ചാന്ന്. നിന്നുരുകണ്ട, വാ ഫുഡ് കഴിക്കാം. ഓ, ഞാനിപ്പോ ഒരു ബിരിയാണി കയറ്റിയത്. എനിക്ക് വിശക്കുന്നില്ല. നിങ്ങള് പൊക്കോ, വയറ് നിറഞ്ഞു. ആ, എന്നാ തിന്നണ്ട. ശരിയെന്നാ, സൂക്ഷിച്ചു കിടന്നോ.
സ്വപ്നമൊക്കെ കാണുന്നേ? എന്റെ ദൈവമേ, വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി ഇതൊക്കെ ശരിക്കും നടക്കുമോ? എന്റെ ദൈവമേ, ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇതെങ്ങനെ വീണ്ടും വന്നത്? അപ്പൊ ഞാൻ ഇത്ര കാലം സ്വപ്നം കണ്ടോണ്ടിരുന്നത് ദേവൂനെയായിരുന്നോ? ഇതെന്താ മാറാത്തെ എന്റെ ഈശ്വര. എന്റെ പൊന്ന് ദൈവമേ, മൂട്ടിൽ വെയിലടിച്ചാൽ എഴുന്നേക്കില്ല. എഴുന്നേക്കടി. എന്റെ പൊന്ന് ലക്ഷ്മ, 9 മണിക്ക് ഏത് സൂര്യനാ മൂട്ടിൽ വെയിലടിക്കുന്നേ? അതാ ദൈവം വല്ല ഫ്ലാഷ് അടിച്ചതായിരിക്കും. നിന്റെ മറ്റോടത്തെ ഈശ്വര, ഭാഗ്യത്തിന് ചത്തില്ല. ഓടിയത് നന്നായി. ഈ പാറു എന്താ രാവിലെ തന്നെ ഇവിടെ? സംതിങ് ഫിഷി. ഇവ ആരോടെ ഈ സ്വകാര്യം പറയുന്നേ? ദേവു എഴുന്നേറ്റിട്ടില്ല. സാരില്ല, ഞാൻ വരാം. ഇശോ, ഇവനോട് ഇത് എത്ര തവണ പറയണം? നീ എന്താ ഇവിടെ? ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരാറില്ലേ? അതല്ല ചോദിച്ചേ, നീ ഇപ്പൊ എന്തിനാ ഇവിടെ വന്നതെന്ന്. അത് ഞാന് കുറച്ച് മുളക് പൊടി മേടിക്കാൻ വന്നതാ. മുളക് പൊടിയോ? നിന്റെ വീട്ടിൽ മുളക് പൊടി ഇല്ല? ഉണ്ട്, പക്ഷെ അത് തീർന്നു. ഇതെന്താ വല്ല പലചരക്ക് കട വല്ലതാണോ? എന്തുവാടി ദേവു ഇങ്ങനെ പറയുന്നേ? ഒന്നുമില്ല, കേറിപ്പോ. നിനക്കുള്ള പണി ഞാൻ തരാടി വാറു. അവളെ ഞാൻ അറിയാണ്ട് പ്രേമിക്കുന്നു. ഞാനിവിടെ സിംഗിളാന്നുള്ള വല്ല ബോധം അവൾക്കുണ്ടോ? ദേവു. തനു, നീയോ? എന്താടി? അത് ദേവു, നിന്നെ ഇപ്പോ ആരെങ്കിലും ശല്യപ്പെടുത്തിയ നീ എന്ത് ചെയ്യും? ശല്യപ്പെടുത്തലോ? ഈ കോഴികളൊക്കെ പോലെ. ഓ, ആ ശല്യപ്പെടുത്തൽ. നിനക്ക് 2 ചേട്ടന്മാരില്ലേ? അവരോട് പറഞ്ഞോ? അവരോട് പറഞ്ഞ ഭയങ്കര പ്രശ്നവും. എന്നാ നീ ദേവനോട് പറഞ്ഞോ? ബെസ്റ്റ്. ദേവൻ എന്നെ ശല്യപ്പെടുത്തുന്നു ഞാൻ ദേവനോട് തന്നെ പറയാല്ലേ? അത് നടപടിയാവൂല. എന്നാ നീ ഒരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ പറ. നീ പേടിക്കൊന്നും വേണ്ട. ഒന്ന് പേടിപ്പിച്ചിട്ടാ മതി എന്ന് പറഞ്ഞാ അത്രേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ പോലീസ് സ്റ്റേഷനൊക്കെ പറഞ്ഞ ആളുടെ വീട്ടിലറിയില്ലേ? ഒട്ടും അറിയില്ല. നീ പേടിക്കണ്ടടി. നീ പേടിപ്പിച്ചു വിടാൻ മാത്രം പറഞ്ഞാ മതി. അവര് പേടിപ്പിച്ചു വിട്ടോളൂ. വേറെ ഒരു കുഴപ്പമില്ല. ഇലക്ക് മുള്ളിനും കേടുണ്ടാവത്തില്ല. ആടി, ശരിക്കും? അപ്പൊ അവരോട് പറയല്ലേ? നീ വേണമെങ്കിൽ പോയി സ്റ്റേഷനിൽ പോയി പറ. എന്റെ ദൈവമേ, ഇതിന് ശകല ബുദ്ധിയെങ്കിലും കൊടുത്തുകൂടെ? പറയാലേ? എന്നാ ശരി, ഞാനൊന്ന് ലക്ഷ്മനെ കണ്ടിട്ട് വരാം. നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണോ? ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോവാ. ഏത് ബ്യൂട്ടി പാർലറിൽ? അത് ഞാൻ പാറുവിനോട് ചോദിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ഒരു പാർലറിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരി, എന്നാ ഞാനിന്ന് ഇറങ്ങാൻ പോവാ. ലക്ഷ്മയോട് പോയി പറയട്ടെ. രാവിലെ തന്നെ ഒരാൾക്ക് പൊട്ടത്തരം പറഞ്ഞു കൊടുത്തപ്പോ എന്തൊരു സമാധാനം. എന്റെ പുണ്യ ദൈവമേ, ഞാനൊരു തമാശ പറഞ്ഞതാണ്. ഈ പൊട്ടത്തിന് അവിടെയൊക്കെ ഒന്നും പോവല്ലേ. ശല്യപ്പെടുത്തിയാലല്ലേ പോകത്തുള്ളൂ. പോയി പല്ലി വെക്കടി. അവളവിടെ കിന്നാരം പറഞ്ഞിരിക്കുന്നു. ഞാൻ പോവുക. ലക്ഷ്മ, ഞാനെന്ന് ഇറങ്ങാണേ. നാളെ വൈകിട്ടേ വരത്തുള്ളൂ. നൈറ്റാണല്ലേ? സൂക്ഷിച്ചു പോയിട്ട് വാട്ടോ. ബൈ. ശരി. നൈറ്റോ? അപ്പൊ സെക്യൂരിറ്റി പണിയാണല്ലേ? നീ ഇവിടെ ഉണ്ടായിരുന്നോ തനു? ലക്ഷ്മ, ഞാനൊരു പാർലറിൽ പോയിട്ട് വരാം. പാർലറിലോ? പാർലറില്. അതിന് നിനക്ക് ഇവിടുത്തെ വഴിയൊക്കെ അറിയോ? ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആയിക്കോട്ടെ. എപ്പ വരും? ഒരു 30 മിനിറ്റ്സ്. 30 മിനിറ്റ്സിൽ വരുമോ? എനിക്ക് ത്രെഡ് ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആയിക്കോട്ടെ, ശരി എന്നാ. എന്നെ പേടിപ്പിക്കാൻ വന്നേക്കുന്നു. നിനക്കുള്ള പണി ഞാൻ തരാവിടാം. ദൈവം പറഞ്ഞ പോലെ ഇന്ന് തന്നെ പോകണം. എന്നിട്ട് പേടിപ്പിച്ച് വിടാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ മതി. പിന്നെ അവൻ എന്നെ ബഹുമാനിച്ചോളും. വുമൺ പവർ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. അവന്റെ മുഴ വരെ പേടിച്ച് വിറക്കണം. അതുങ്ങൾ കുറെ ഉണ്ട്.
എല്ലാ മുഴകളും പേടിച്ചു പറിക്കണം. 6 പാക്ക് ആണത്ര. ആ എന്താ മോളെ പരാതി പറ. അതെ, എനിക്ക് എന്റെ പരാതി കുറച്ച് പേഴ്സണലാ. നിസ്സയോട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പേഴ്സണൽ ആയിട്ടോ? എന്താ അങ്ങനെ പറയാൻ പറ്റില്ലേ? ആ അത് ഞാൻ സാറിനോട് പറഞ്ഞു നോക്കട്ടെ. ആ മോളെ അകത്തോട്ട് കയറി ചെന്നോളാം സാറ് പറഞ്ഞു. ഓക്കെ, ബൈ. എന്റെ ദൈവമേ, ഇതിനെയൊക്കെ ആരാണോ രാവിലെ തന്നെ അയച്ചു വിട്ടേക്കുന്നേ. എക്സ്ക്യൂസ് മീ സാർ. യെസ്. ഈശ്വര, ഈ സാമാനം ഇവിടെ ഇവളാണോ പേഴ്സണൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു വന്നത്? തനു, നീ എന്താ ഇവിടെ? നിനക്ക് എന്ത് പേഴ്സണൽ കംപ്ലൈന്റാ ഉള്ളത്? അതെ, ഒന്ന് മലയാളത്തിൽ പറയൂ. അത് തന്നെ ഒരു പൂച്ച മാന്തി. പൂച്ച മാന്തിയാലും പട്ടി അടിച്ചാലും ഇങ്ങോട്ടല്ലേ കയറി വരേണ്ടത്. ഹോസ്പിറ്റലിൽ പോണം, പോയി എന്നിട്ട് ഇഞ്ചക്ഷൻ കുത്തണം, മനുഷ്യനെ സമയം കളയാനായിട്ട്. അതിന് നീ ഇതിനെ എങ്ങോട്ട് കെട്ടി എന്നുള്ളത്? ഈശ്വര, ഇതെന്നെ ജീവനോടെ വിഴുങ്ങും. അത് ഈ പൂച്ച എന്നെ കുറെ ദിവസമായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ പൂച്ച എന്നെ എപ്പോഴും അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നെ റോട്ടിൽ വെച്ച് കണ്ടാലും എന്നെ വീട്ടിൽ വെച്ച് കണ്ടാലും ഒക്കെ എന്നെ അറ്റാക്ക് ചെയ്യും. എന്റെ സുരക്ഷ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ നീ കേരള സ്റ്റേറ്റ് ആനിമൽ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കണം. അല്ലാണ്ട് മനുഷ്യന്റെ സമയം കളയാനായിട്ട് ഇങ്ങോട്ട് കെട്ടി എന്നോടല്ല വേണ്ടത്. അത് നീയായിട്ട് ഇറങ്ങിപ്പോണത് ഞാൻ ഇവിടുത്തെ പട്ടീനെ അയച്ചു വിടണോ? പാറു പാറു പാറു. അമ്മേ, പാമ്പ്. പാമ്പാ? എവിടെ? അയ്യോ, എന്റെ ദൈവമേ, ഇങ്ങേരായിരുന്നോ? പേടിച്ച് മുള്ളി ഞാൻ. ഓ ഞാനായിരുന്നല്ലേ. ഞാൻ കരുതി പാമ്പാന്ന്. ഷോ, ഈ പാറുവിന്റെ ഒരു കാര്യം പേടിപ്പിച്ച് കളഞ്ഞു. അഴകിയല്ല ടുട്ടു. ഇവിടെ എന്താ? പോവവിടെന്ന്. ആ ദേവ് എങ്ങനെ കേക്കും. നീ പേടിക്കണ്ട, നീ ഇങ്ങോട്ട് വാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഈ കുഞ്ഞിക്കോഴി എന്നെ വിടൂല. ശരി, ഇവിടെ സൈഡിൽ ഇവിടെ പൊട്ടി വെച്ചോണ്ട് നടക്കുന്നുണ്ടോ? നീ എന്താ വീണ്ടും ഇവിടെ? എടി, അത് മല്ലിപ്പൊടി തീർന്നു, അതിന് മേടിക്കാൻ വന്നതാ. അതെ, ശ്രീമംഗലം തറവാട് എപ്പോഴാ ശ്രീമംഗലം സ്റ്റോർസ് ആക്കിയത്? മുളക് പൊടി തീർന്നാ ഇവിടെ, മല്ലിപ്പൊടി തീർന്നാ ഇവിടെ. ഇനി നാളെ നിന്റെ പട്ടിയുടെ പെരുകി തീർന്നാ നീ ഇവിടേക്ക് വരുമോ? നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടോ ദാസ? ഇത്ര കാലം ഉണ്ടായിരുന്നില്ല, എന്നാ ഇനി ഉണ്ടാവും. നിന്റെ കയ്യിലിരിപ്പ് തന്നെയാണ് അതിന്റെ കാരണം. വേഗം മല്ലിപ്പൊടി മേടിച്ചിട്ട് നീ സ്ഥലം വിട്ടോ. ഞാനെന്നാ അങ്ങോട്ട്. ദേവൂട്ടി. മമ്മൂട്ടി, എന്റെ അടുത്ത് മിണ്ടാൻ വരണ്ട. ഇപ്പോ ഇവൾ എന്താണ് പിണങ്ങിയിരിക്കുന്നത് എന്ന് സംശയിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ശിവന്റെ മേത്ത് കയറിയതിൽ ഇവളെ ഞാൻ വഴക്ക് പറഞ്ഞു. അതിന്റെ പാഴ്സലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുവാ ദേവൂട്ടി ഇങ്ങനെ? നീ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് ആരും ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എന്നോട് മിണ്ടാൻ വരണ്ട. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല. ഉറപ്പാണോ? ഉറപ്പിച്ചല്ലോ. എന്നാ ഈ ജിലേബി ഞാൻ നിനക്ക് വരെ തനുവിന് കൊണ്ടു കൊടുക്കാം. ജിലേബിയാ? അയ്യോ, ഞാൻ ചുമ്മാ പറ്റിച്ചിട്ടല്ലേ. എനിക്ക് പിണക്കൊന്നുമില്ല. തനുവിന് ഞാൻ കൊടുത്തോളാം. എനിക്ക് തന്നോ. ഇവിടെ എന്താ എന്റെ പേരിലൊരു സംസാരം?
എന്റെ അടുത്താ കളി. ഞാൻ ഈ പിണക്കം മുൻകൂട്ടി കണ്ടതാ. അതുകൊണ്ട് ഈ ജിലേബി മേടിച്ചു. അങ്ങനെ ഇവളെ ഒതുക്കി. കുഴപ്പമില്ലടി, ഞാൻ തനുവിന് കൊടുത്തോളാം. എനിക്ക് എന്ത് തരുന്ന കാര്യം നിങ്ങൾ പറയുന്നേ? ഓഫ്, ഈ പരട്ട ഇത് എവിടുന്ന് വന്നു? അത് തനു എനിക്ക് വേണ്ടി ഒരു ജിലേബി മേടിച്ചു. അത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോ നിനക്ക് തരാന്ന് പറഞ്ഞതാ. എന്താ നിനക്ക് വേണോ? ജിലേബി എനിക്ക് വേണോന്നോ? എന്ത് ചോദ്യം അത്? താ, ഞാൻ കഴിച്ചോളാം. അത് വേണ്ട. നിനക്ക് ഞാൻ വേറെ ജിലേബി മേടിച്ചിട്ടുണ്ട്. നീ കഴിച്ചോ ദേവു. ഇവൾക്ക് ഞാൻ വേറെ കൊടുത്തോളാം. ദേ ഈ തേണ്ടി വീണ്ടും. അത് ഞാനേ ഷുഗർ കട്ട, ഞാൻ മറന്നുപോയി. ദേവ് കഴിച്ചോ. എനിക്ക് വേറെ ജിലേബി ഒന്നും വേണ്ട കേട്ടോ. ഞാനെന്നാ പോട്ടെ. അതെന്താ തനുവിന് വേണ്ടാത്തെ? സംതിങ് ഫിഷി. ഞാൻ തരാൻ തരൂ, നീ പേടിക്കണ്ട. ഉറപ്പായിട്ടും തരാം. ജിലേബി തരുന്ന കാര്യം തന്നെയല്ലേ ഈ തേണ്ടി പറയുന്നേ? എന്റെ ദൈവമേ, അവൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് തന്നോളാം, ഞാൻ കഴിച്ചോളാം. തനുവിന് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ തനു? എന്നെ ആരോ വിളിക്കുന്നു. ഞാനെന്നാ അങ്ങോട്ട് പോട്ടെ. ദേവു, എനിക്ക് ജിലേബി ഒന്നും വേണ്ട, ഞാൻ ഷുഗർ കട്ട. അപ്പൊ ബൈ. പോവല്ലേ, അവിടെ നിക്ക്. അയ്യോ, ഞാൻ പോട്ടെ. എന്നെ ലക്ഷ്മ വിളിക്കുന്നുണ്ട്. എന്നോട് തെങ്ങി കയറാൻ പറഞ്ഞായിരുന്നു. നിന്നോട് തെങ്ങി കയറാനാ? ശേ, അപ്പൊ ഞാൻ പോയിട്ട് തേങ്ങ തരവട്ടെ. ചെല്ല്, സൂക്ഷിച്ചല്ലേ. ചിലപ്പോ വല്ല പാമ്പിനെയൊക്കെ കൊണ്ട് പേടിച്ചെന്ന് വരും. ഈശ്വര, ഈ വെട്ടുപോത്ത് എന്തൊക്കെ ഉദ്ദേശിച്ച് പറയുന്നേ? പാമ്പ് നിന്റെ അമ്മായിപ്പനോടാ. ഞാനെന്നാ ചെല്ലട്ടെ, ബൈ. അവള് പോയി. വായി പൊളിച്ച് നോക്കാതെ ജിലേബി ഇങ്ങോട്ട് താടാം. ഓ, എനിക്കെങ്ങും വേണ്ടായേ. അല്ല, അവൾക്ക് നീ കൂടുതൽ മധുരമുള്ള വേറെ ഏതോ ജിലേബി കൊടുക്കുന്നാണല്ലോ പറഞ്ഞേ. അതേത് ജിലേബി? ഓ, അവൾക്ക് ഇനിയിപ്പോ കൊടുക്കത്തുള്ളൂ. ഛേ, അത് നിനക്ക് തരാൻ പറ്റത്തില്ല. അത് നീ ഇപ്പൊ കുട്ടിയല്ലേ, നീ അത്ര അറിഞ്ഞാ മതി. ഞാൻ എന്നാ പോട്ടെ. നൈറ്റ് കഴിഞ്ഞിട്ട് നല്ല ക്ഷീണിച്ചിരിക്കാം. ബൈ. ഒന്ന് പോയി കിടന്നുറങ്ങണം. തനു എന്നെക്കാളും ചെറുതാണല്ലോ. ഇവിടെ എന്തോ ഞാൻ അറിയാതെ ചീഞ്ഞ് നാറുന്നുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ, ഈ പട്ടി എന്നെ ഓടിക്കുന്നേ. ആഹാ, ഓടുന്ന പട്ടിയുടെ മുമ്പിൽ കയറി ഓടിയിട്ട് ഈ പട്ടി എന്നെ ഓടിക്കുന്നായില്ലേ? നമ്മുടെ കാപ്പിരി അല്ലേടാ. ഞാൻ കള്ളനും പോലീസൊക്കെ കളിക്കട്ടെ. പിന്നല്ല, കള്ളനും പോലീസും കളിക്കാൻ പറ്റിയ പ്രായല്ലേ. കളിച്ചോ. ഞാനായിട്ട് ഇനി ഒന്നിനും തടസ്സാവുന്നില്ല. ലക്ഷ്മ, എന്റെ ഷഡ്ഡി കാണുന്നില്ല. എന്റെ പൊന്നു മോളെ, അതവിടെ വല്ലയിടത്തും കാണും, പോയി നോക്ക്. ഇല്ല ലക്ഷ്മ, ഞാൻ അവിടെ ഒക്കെ നോക്കി, കാണുന്നില്ല. എന്ത് കാണാത്ത കാര്യ പറയുന്നേ? ഓ, ഇവളെ കൊണ്ട് നീ എന്റെ ക്ഷമ പരീക്ഷിക്കും. നിന്നോട് 1000 തവണ പറഞ്ഞിട്ടില്ലേ ഷഡ്ഡി ഉണക്കാനിടുമ്പോ സൂക്ഷിച്ചിടണമെന്ന്? അല്ലെങ്കിൽ അത് അപ്പുറത്തെ വീട്ടിലേക്ക് പറന്നു പോകുന്നു ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. അയ്യോ ലക്ഷ്മ, സൗണ്ട് കുറക്കി. ഇത് സൗണ്ട് കുറക്കി. ഒരു ഷഡ്ഡി, അവളുടെ കോപ്പിലെ ഷഡ്ഡി. ലക്ഷ്മാതെ ശശിയങ്ങള് വന്നേക്കുന്നു. ശശിയുടെ കാര്യമല്ലടാ, ഞാനിവിടെ ഷഡ്ഡിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു ശശി. അല്ല ലക്ഷ്മാതെ, അവിടെ ശശിയങ്ങള് വന്നേക്കണമെന്ന് അവൻ പറഞ്ഞത്. ലക്ഷ്മി, ഇത്ര നേരം കരിങ്കാളി തുള്ളിക്കൊണ്ടിരുന്ന ലക്ഷ്മ തന്നെയല്ലേ ഇത്? ആ ശശിയേട്ടനോ? എന്താ അവിടെ തന്നെ നിക്കുന്നേ? വരൂ, അകത്ത് കയറിയിരിക്കൂ. ഡി ദേവു, ആ ഷഡ്ഡി ആ പട്ടിക്കാട്ടിലെല്ലാം പോയി നോക്ക്. കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാനെടുത്ത് തലക്കും. ഈശ്വര, ഇതിലും വലിയ നാണക്കേട് ഇനി സ്വപ്നത്തിൽ മാത്രം. ശശിയങ്കിൾ ആരാണ് എന്ന് മനസ്സിലാക്കാത്തവർക്ക്, ശശിയങ്കിൾ ഇവരുടെ അപ്പുറത്തെ വീട്ടിലെ അങ്കിളാണ്. അങ്കിളിന് പണ്ട് ലച്ചമ്മയോട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് പൈസ കുറവാണ് എന്നതിന്റെ പേരിൽ ലച്ചമ്മയുടെ പാരന്റ്സ്
പെണ്ണിനെ കൊടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പാവ ശശിയങ്ങളിനെ അപമാനിച്ചു വിട്ടു. അങ്ങനെ ശശിയങ്ങള് അതൊരു റിവെഞ്ച് ആയിട്ട് എടുത്തു. പതിയെ പൈസ ഉണ്ടാക്കി ഈ നാട്ടിലെ ഏറ്റവും റിച്ചായ ആളായപ്പോഴത്തേക്കും ലക്ഷ്മമ്മയുടെ കല്യാണം കഴിഞ്ഞു. ലക്ഷ്മി, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നമ്മുടെ ദേവന്റെ കാര്യോ? അവന് കല്യാണാലോചന വല്ലതും നോക്കുന്നുണ്ടോ? ലക്ഷ്മി, ലക്ഷ്മ ദേവന്റെ കല്യാണോ? ഞങ്ങൾ ഇതുവരെ അങ്ങനെയൊന്നും നോക്കുന്നില്ല. ഇവൻ അതിന് താല്പര്യമൊന്നും കാണിക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവനായിട്ട് പറയട്ടെ എന്ന് ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. വൈകിപ്പിക്കാൻ ഉദ്ദേശമില്ല. പക്ഷെ ഇവന്റെ വായന എന്തെങ്കിലുമൊക്കെ മൊഴിഞ്ഞു കേട്ടാലല്ലേ. അത് ശരിയാ. ഇഷ്ടമനുസരിച്ച് തന്നെ കല്യാണം നടത്തണം. മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും എല്ലാത്തിന്റെയും പേര് പറഞ്ഞ് ഒരിക്കലും പിരിയിപ്പിക്കാൻ പാടില്ല. ശിവ, എന്താടി കുരിപ്പേ? ദേ നിന്റെ തുണിയൊക്കെ. ആ, അവിടെ വെച്ചിട്ട് നീ പൊക്കോ. ഈശ്വര, ഇവിടെ ഒന്നും എന്റെ ഷഡ്ഡി കാണാനില്ല. ഞാനിതിനി എവിടെ പോയി തപ്പാനാ? ഇതെങ്ങാനും കാണാണ്ടായ ലക്ഷ്യം എന്നെ പഞ്ഞിക്കിടും. ഞാനിപ്പോ എന്ത് ചെയ്യും? നിന്റെ എന്തെങ്കിലും കാണാതെ പോയോ? എന്തായിരുന്നു തപ്പുന്നേ? ഈശ്വര, ഞാൻ പറഞ്ഞതൊന്നും കേട്ടതാണല്ലേ. അറിഞ്ഞിട്ടെന്തിനാ? പങ്കു ചോദിക്കാനാണോ? പിന്നെ നിന്റെ ഷഡ്ഡി പങ്കുവെക്കലല്ലേ എന്റെ പണി. തനും അടക്കിക്കൊണ്ടുവന്ന തുണിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. എല്ലാവരും ഇടുന്നത് തന്നെ ഷഡ്ഡി. നീ പറഞ്ഞത് ശരിയാ, എല്ലാവരും ഇടുന്നത് തന്നെയാ അത്. പക്ഷെ എല്ലാവരും പൂവും കായുള്ള ഷഡ്ഡിയല്ല ഇടുന്നത്. ശരിയാ, പൂവും കായുള്ള ഷഡ്ഡിയൊക്കെ നാണക്കേട് തന്നെ. പക്ഷേ ISRുമായിട്ട് കൊളാബറേഷൻ നടത്തുന്നതിന്റെ അത്രയും നാണക്കേട് ഇതിനില്ല. ISRുമായിട്ട് കൊളാബറേഷൻ നടത്തി നിന്റെ മറ്റവനാടി. എന്റെ മൊറ്റാനെ വിളിക്കുന്നവിടെ തെണ്ടി. നീ എന്താടി വിട്ടുപോത്തതാണോ? അമ്മേ, മനുഷ്യനെ കൊല്ലാനായിട്ട്. അയ്യോ, ഞാൻ ചത്തേ. നിങ്ങൾ രണ്ടുപേരും എന്താ താഴെ കിടന്നുകൊണ്ട് ചെയ്യുന്നേ? അയ്യേ ഹരി, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ഒരു എക്സ്പ്ലനേഷനും വേണ്ട. ഞാൻ ലക്ഷ്മിയോടെല്ലാം പറഞ്ഞു കൊടുക്കും. എന്ത് പറയുന്ന കാര്യ? എന്നോടും കൂടെ പറ. എന്നിട്ടത് എന്റെ വായന എന്നെ കേൾക്കണല്ലേടി ദേവു. എന്നോട് നീ ഒന്നും പറയണ്ട. ഞാൻ നിന്നെ വല്ലാതെ വിശ്വസിച്ചു പോയി. നിന്നിൽ നിന്ന് ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ശരിയാ, ഞാനും ഒന്നും പ്രതീക്ഷിച്ചില്ല. ഓഹോ, അപ്പൊ നീയാണല്ലോ എല്ലാം കാട്ടിക്കൂട്ടിയത്. അതിന് ഞാനെന്താ കാട്ടിക്കൂട്ടിയേ? എടാ അവളൊന്നും കാട്ടിയിട്ടില്ലടാ. ഇത് ഞാൻ വെറുതെ വിടില്ല. ഞാൻ ലക്ഷ്മിയോട് ഇപ്പൊ പറയാൻ പോവാ. ലക്ഷ്മ,